ശിവഗിരി തീർത്ഥാടനം നാളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മാർ ഇവാനിയോസ് ഓട്ടോണമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിലും ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷയുടെ ഭാഗമായി കനകക്കുന്നിൽ നടക്കുന്ന ഫ്ലവർ ഷോയിലേക്ക് വൈകിട്ട് 6 മുതൽ 8 വരെ സന്ദർശകർക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തി. തിരുവനന്തപുരം നഗരത്തിന് കോർപ്പറേഷൻ നൽകിയ ഇലക്ട്രിക് ബസ്സുകൾ തിരിച്ചുപിടിക്കുമെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. നഗരത്തിനുള്ളിൽ സർവീസ് നടത്താനാണ് ബസ്സുകൾ കോർപ്പറേഷൻ നൽകിയിട്ടുള്ളതെന്ന് അദ്ദേഹം അറിയിച്ചു. പുതുതായി 4 IG-മാർ കൂടി കേരള പോലീസിൽ പ്രമോഷനായി എത്തുന്നു. പുട്ട വിമലാദിത്യ, നിശാന്തിനി, സതീഷ് ബിനോ, അജിത ബീഗം എന്നീ DIG-മാരെയാണ് IG-മാരായി നിയമിക്കുന്നത്. കുട്ടികൾ നല്ല നിലയിലെത്തണ്ടേ? പഠനത്തിലും ജീവിതത്തിലും അവരെ മുന്നിലെത്തിക്കുവാൻ ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗിന് അവരെ വിധേയരാക്കൂ. ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർവീസ് ഗ്ലോബൽ ഗേറ്റ്വേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗ്. ഇപ്പോൾ വിളിക്കുക 8129516829. മറ്റൊരു നമ്പർ 9074746363. സർക്കാർ ജീവനക്കാരുടെ ഇൻഷുറൻസിന് കേരളത്തിൽ പ്രതിവർഷം 1482 രൂപ GST ഏർപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം. തമിഴ്നാട്ടിൽ പ്രീമിയത്തിന് GST ഇല്ലെന്ന് ജീവനക്കാർ പറഞ്ഞു. വർക്കല പാപനാശത്ത് ഒരു വിദേശിയടക്കം 7 പേർക്ക് ഇന്നലെ തെരുവുനായയുടെ കടിയേറ്റു. ഫ്രാൻസിൽ നിന്നെത്തിയ ബോർഡിനാണ് നായയുടെ കടിയേറ്റത്. വില്ലേജ് ന്യൂസ് TVയുടെ ലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ചിരുന്ന 5 ദിവസത്തെ ട്രാവൻകൂർ ഫെസ്റ്റിന് ഇന്നലെ സമാപനമായി. പന്നിൻ രവീന്ദ്രൻ, ജോർജ് ഓണക്കൂർ, ഗീതാ രാജേന്ദ്രൻ കലാനിധി, വില്ലേജ് ന്യൂസ് ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ കലാനിധി ഒരുക്കിയ മഞ്ജീരധ്വനി ഏറെ ശ്രദ്ധേയമായി. പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.